ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്കോ ബിസ്കോഫ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1/2 kg കേക്ക്. അത് ഞാൻ സ്പഞ്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പഞ്ചാണ് റെഡിയാക്കുന്നത്. അതിനകത്ത് ഞാനാണെങ്കിൽ കുറച്ച് ബിസ്കോഫ് സ്പ്രെഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് റെഡിയാക്കിയത് 3 ഇഞ്ച് കേക്ക് ടീനിലാണ്. അതുകൊണ്ട് നല്ല ഹൈറ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് റെഡിയാക്കിയത്. നമുക്ക് 3 or 4 ലെയർ ആക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ഹൈറ്റ് ആയിട്ട് ഓൾ കേക്ക് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇത് ഞാൻ വീട്ടിലേക്ക് വേണ്ടി ആയതുകൊണ്ട് 3 ലെയേഴ്സ് ആക്കുന്നേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഹൈറ്റ് ആക്കുന്നില്ല. തണുപ്പ് സമയമായതുകൊണ്ട് ക്രീമൊക്കെ നമ്മൾ ഒത്തിരി ഇടുകയാണെങ്കിൽ മക്കളൊക്കെ കഴിക്കുമ്പോൾ ചുമയും ജലദോഷമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്രീം കുറച്ച് ഇടാനായിട്ട് ഞാനിങ്ങനെ നമുക്ക് 3 ലെയർ ആക്കിയേക്കുന്നത്. നമ്മൾ ആണെങ്കിൽ ഓർഡറിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 4 ലെയർ വരെ ആക്കാം കേട്ടോ. അപ്പോൾ അതായത് ബിസ്കോഫ് സ്പ്രെഡും പിന്നെ ബിസ്ക്കറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീമിനകത്ത് ഞാൻ ബിസ്കോപ്പിൻ്റെ സ്പ്രെഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് ഐസിങ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പിനകത്താണെങ്കിൽ കോഫി പൗഡറും ഞാൻ കുറച്ച് സ്പ്രെഡും ഇട്ട് മിക്സാക്കി എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഫസ്റ്റ് ലെയർ വെച്ചെടുക്കുക, ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രീമിനകത്ത് ഞാൻ സ്പ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ബിസ്ക്കറ്റ് 2 ഞാൻ പൊടിച്ചിട്ട് 2 ഓരോ ലെയറിൽ 2 വീതം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നില്ല. ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ബിസ്കോപ്പിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ശരിക്കും എടുത്തറിയിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാഞ്ഞത്. അപ്പോൾ ആണെങ്കിൽ ഇതുപോലെ ആയിട്ട് സിമ്പിളായിട്ട് വെക്കുമ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് ഇതുപോലെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങളാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന കൂട്ട് ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി കേക്കാണ്, ട്രൈ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. മറന്നുപോലെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ തന്നെ ക്രീമും കൊണ്ടും ഷുഗർ സിറപ്പും കൊണ്ടൊക്കെ സോക്ക് ചെയ്തതിന് ശേഷം പിന്നെ ബിസ്ക്കറ്റ് പൊടിച്ച് അതും ഇട്ട് കൊടുക്കാം. പിന്നെ തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. തേർഡ് ലെയർ വെക്കുന്നതിന് മുമ്പ് ആണെങ്കിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. മറന്നുപോയി കേട്ടോ, മക്കളൊക്കെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ഇടാനായിട്ട് മറന്നുപോയല്ലോ ചോക്കോ ചിപ്സൊന്നും. അന്നത്തെ ദിവസം എനിക്ക് വേറൊരു കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീർത്ത് പിടിച്ച് പെട്ടെന്ന് പണിയെല്ലാം തീർക്കാമെന്ന്. പിന്നെ പുറത്തും പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വന്ന പണിയും കാര്യങ്ങളെല്ലാം കൂടെ ഭയങ്കര തിരക്കായിപ്പോയി കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ റെസിപ്പി ക്രീം ഐസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. നിങ്ങൾക്ക് അഥവാ വേണമെന്നുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാൻ ഫുൾ ഡീറ്റെയിൽ റെസിപ്പി ആയിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അഥവാ നിങ്ങൾ കമൻറ്റ് ഇടുവാണെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഇത് നമുക്ക് ആദ്യമൊക്കെയാണെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഐസിങ് ചെയ്യാൻ. ഞാൻ എങ്ങും പഠിക്കാൻ പോയതെന്നല്ല, തന്നെത്താനെ സ്വയം ഇതുപോലെ കണ്ട് പഠിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങൊക്കെ ഒരു ദിവസം മൊത്തം എനിക്കാണെങ്കിൽ ഐസിങ് ചെയ്യാനായിട്ട് എടുക്കും കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു 2-3 മണിക്കൂറായി. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു 10-15 അത്രയും വരെ പോകത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് സമയം പിടിക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഐസിങ് ആയി കിട്ടും. നമ്മളിങ്ങനെ വേണമെങ്കിൽ എപ്പോഴും ചെയ്യുമ്പോൾ ക്രം കോട്ട് ചെയ്ത് വെക്കുമ്പോൾ ആദ്യം തന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് വേണം. എന്ന് വെച്ചാൽ നന്നായിട്ട് ഫിനിഷിങ്ങിൽ വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് എടുത്ത് അറിയിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ ക്രം കോട്ട് കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അതുപോലെ വേണം ചെയ്യാനായിട്ട്. ഒരു 10-15 മിനിറ്റത്തേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്കാണെങ്കിൽ ബിസ്കോപ്പ് സ്പ്രെഡ് ഇട്ട് ക്രീമും കൊണ്ട് തന്നെ ഐസിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഐസിങ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പൈപ്പിംഗ് ബാഗിനകത്ത് ക്രീം നിറച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആകുമ്പം എല്ലായിടവും ഒരുപോലെ തന്നെ സ്പ്രെഡായി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ അല്ലാതെ പെലറ്റ് നൈഫ് ചെയ്യണമെങ്കിൽ അവിടെ ഇവിടെ കുറവും കൂടുതൽ അങ്ങനെയൊക്കെ ആവും. ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഐസിങ് ആയി കിട്ടുകയും ചെയ്യും. പെലറ്റ് നൈഫ് കൊണ്ട് അത് എയർ ബബിളൊന്ന് കളയുക. അതിന് ശേഷം സ്ക്രാപ്പർ കൊണ്ട് കറക്കി കൊടുത്താൽ മതി. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല, ക്രീമൊക്കെ ഇച്ചിരി ഒരു ഭയങ്കര തിക്കായ എന്തോ ഒരു ഇതുപോലെ ഫിനിഷിങ് ശരിക്കും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഒന്നും പേടിക്കാനൊന്നുമില്ല കേട്ടോ. കുറച്ച് വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പെലറ്റ് നൈഫ് ഒന്ന് നനച്ച ശേഷം ഒന്ന് കുടഞ്ഞ് വെള്ളം എക്സ്ട്രാ കളയണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതുകൊണ്ട് കറക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ആയി കിട്ടും കേട്ടോ. ഞാനാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ എപ്പോഴും വെള്ളം എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് സ്പ്രേ ചെയ്തിട്ട് സ്ക്രാപ്പറും കൊണ്ടൊന്ന് കറക്കി കൊടുക്കത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ നമ്മൾ അതിന് മുന്നേ ഫിനിഷിങ് എല്ലാം ചെയ്യണം കേട്ടോ. എവിടെയൊക്കെ നമുക്ക് തോന്നുന്ന അത് ക്രീം കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ട് അവിടെ ഒരു ഹോള് കാണുന്നത്, അവിടെ ക്രീം ഇല്ല, അതുകൊണ്ട് അത് എയർ ബബിൾ കയറിയിരിക്കുക. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ക്രീം ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് സ്ക്രാപ്പറും കൊണ്ടൊന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ സ്ക്രാപ്പറും കൊണ്ട് കറക്കി കൊടുക്കാൻ നമുക്ക് പിന്നെയും കാണാൻ കിട്ടും കേട്ടോ. അഥവാ എവിടെയെങ്കിലും ക്രീം ഇല്ലയോ അല്ലെങ്കിൽ എന്തെങ്കിലും എയർ ബബിൾ പിന്നെയും കയറിയിട്ടുണ്ടോ എന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ പിന്നെയും എക്സ്ട്രാ ക്രീം വെച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. കണ്ടില്ലേ, സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ.
ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എത്ര ബിഗിനർ ആണെങ്കിലും നമുക്ക് കുറച്ച് പ്രാക്ടീസിന് ആവശ്യമുള്ളൂ. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനേ പറ്റുന്നതാണ് കേട്ടോ. ഫിനിഷിങ് ആയിക്കഴിയുമ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി സ്മൂത്ത് ആവണമെന്ന് തോന്നി. ഇപ്പോൾ കുറച്ച് സ്പ്രേ ബോട്ടിൽ വെള്ളം ഞാൻ പറഞ്ഞില്ല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്കി കൊടുത്ത് പിന്നെ ആണെങ്കിൽ കനം കുറഞ്ഞ് സ്ക്രാപ്പർ നമുക്കാണെങ്കിൽ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കത്തില്ലേ, മെറ്റീരിയൽ മേടിക്കുന്നിടത്ത് മുന്നിൽ കിട്ടും കണ്ടെങ്കിൽ ഇങ്ങനത്തത്. അതുകൊണ്ടൊന്ന് മേളിൽ നിന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിന് മേളിൽ കുറച്ച് ബിസ്ക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് ഗനാഷും സൈഡിൽ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഷോർട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയാൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.